നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജയേഷ് എസ്. കൺസൾട്ടൻറ്റ് വാസ്കുലർ സർജനാണ്, പ്രാൺ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. വൈകുന്നേരം ഒരുപാട് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം കാലിനൊരു കഴപ്പുണ്ട്. അതിൻ്റെ കൂടെ വലിയ വെരിക്കോസ് വെയിൻ, അതായത് ഒരു 3 മില്ലിമീറ്ററിന് മുകളിലുള്ള വെസലുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത്രയും സൈസിനുള്ളത്. പിന്നെ അവരുടെ അഡ്വാൻസ് സ്റ്റേജസ്, അതായത് കാലിന് കറുപ്പ് വരിക, അതേപോലെ തന്നെ പുണ്ണ് വരിക, അതേപോലെ തന്നെ കാലിന് വീക്കം വരിക, ഇങ്ങനെയുള്ള വെരിക്കോസ് വെയിൻ്റെ കൂടെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഏത് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വെരിക്കോസ് വെയിനോട് കൂടി നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാല് ഓക്കെയാണ്, നീരില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നീര് വരുന്നു, കാലിന് വേദന വരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യുന്ന വെച്ചാൽ വലിയ വെരിക്കോസ് വെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കാണേണ്ടത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ വലിയ വെരിക്കോസ് വെയിൻ ആകുമ്പോൾ ഈ പറയുന്ന സ്റ്റേജ് ഒന്നും അഡ്വാൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലർക്ക് ഇത് ബ്ലീഡിങ് ആവാറുണ്ട്. അതായത് അതിൻ്റെ മുകളിലുള്ള ത്വക്ക് നേർമപ്പെട്ട് അതിനകത്തുനിന്ന് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും അത് ഒരു പരിധിക്ക് മുകളിൽ വെരിക്കോസ് വെയിൻ വളരുമ്പോഴേ നമ്മളത് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇതേപോലെയുള്ള അഡ്വാൻസ് സ്റ്റേജസ്, അതായത് നീര്, കാലിന് കറുപ്പ് വരിക, അതേപോലെ തന്നെ പുണ്ണ് വരിക, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടും ചികിത്സ തേടേണ്ട സിംറ്റംസാണ്. ഇതെല്ലാം അപ്പോൾ ട്രീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിലും പ്രശ്നമുള്ള രീതിക്ക് പോവാം. ചിലപ്പോൾ ബോണിനെല്ലാം ചിലർക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട്. ഇതേപോലെയുള്ള ലോങ് ടേം ആയിട്ട് അവരിതിനെ നെഗ്ലക്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു പുണ്ണുള്ളതിന് അതിനകത്തുനിന്ന് ഒരു ഇൻഫെക്ഷൻ വന്ന് അകത്തോട്ടുള്ള എല്ലിലോട്ടെല്ലാം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. റെസ്റ്റ് കൊണ്ട് ഒരു സ്ഥായിയായി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് കൊണ്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് എല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം നമ്മളെ കാലിൽ, അതായത് കണങ്കാലിൻ്റെ സൈഡിൽ കെട്ടി വരുന്നതിൻ്റെ ഒരു നീർവീക്കം കൊണ്ടാണ് ഈ പറയുന്ന സിംറ്റംസ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ആ കാൽ ഉയർത്തി വെച്ച് റെസ്റ്റ് ചെയ്താൽ അതെല്ലാം കുറയ്ക്കാൻ പറ്റും. പക്ഷേ അതൊരു പ്രാക്ടിക്കലി പോസിബിൾ സൊല്യൂഷൻ അല്ല. അങ്ങനെ ആർക്കും അങ്ങനെ അവരുടെ പകൽ സമയം മുഴുവനും ബെഡിൽ കിടന്നുകൊണ്ട് അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. ഇതിൻ്റെ മുകളിൽ മസാജ് ചെയ്താലൊന്നും മാറാത്തൊരു ഇതാണ്. നമ്മളിപ്പം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിലൊരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റിയാണ്. അതിൻ്റെ ആ സ്ട്രക്ചർ മാറുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ മസാജ് ചെയ്തോ അതിനകത്തുനിന്ന് രക്തം കുത്തിയെടുത്തത് കൊണ്ടോ ഒന്നും അത് മാറുന്ന ഒരു അസുഖമല്ല. അതിൻ്റേതായ സ്റ്റേജിങ് ഉണ്ട്. നമുക്കിപ്പോൾ ആ വെരിക്കോസ് വെയിൻ വളർന്ന് വലുതായി നിൽക്കുന്ന ഒരവസ്ഥയിൽ അടുത്ത ഒരു ഘട്ടത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരാണ് വരുന്നത്, കണങ്കാലിലെ നീരായി മാറും. അതിനുശേഷം ആ കണങ്കാലിൻ്റെ ഏരിയയിൽ കറുപ്പായിട്ട് വരും. അവസാനത്തെ സ്റ്റേജിൽ ഇത് പുണ്ണായിട്ട് വരും. പക്ഷേ ഈ നീര് വരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് മൊത്തമായിട്ട് മാറ്റാൻ പറ്റും. കറുപ്പ്, അതേപോലെ തന്നെ പുണ്ണ്, ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ വളരെ പാടാണത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പോകണം. അതായത് ഈ പ്രൈമറി വെരിക്കോസ് വെയിൻ, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാത്ത വെരിക്കോസ് വെയിൻ, അതേപോലെ തന്നെ സെക്കൻഡറി വെരിക്കോസ് വെയിൻ, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം ജനറലി. അപ്പോൾ ഈ പ്രൈമറി വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മളെ ബോഡിയുടെ വെയിൻ്റെ കോമ്പോസിഷനിലുള്ള വ്യത്യാസമാണ്. അത് യൂഷ്വലി ഫാമിലീസിൽ, അതായത് അവർ പാരമ്പര്യമായി കിട്ടുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ കൂടെ അവർക്ക് നിന്നുകൊണ്ടുള്ള ഓക്കുപ്പേഷനാണ്, നിന്നുകൊണ്ടുള്ള ജോലിയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് കൂടും. സോ പ്രൈമറി വെരിക്കോസ് വെയിനിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു കാരണമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ കൂടുതലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. സെക്കൻഡറി വെരിക്കോസ് വെയിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വെരിക്കോസിറ്റി. അതായത് ഇപ്പം ഒരാൾക്ക് വയറ്റിലൊരു ട്യൂമറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അകത്തുള്ള രക്തക്കുഴലിന് അടപ്പ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി വെരിക്കോസിറ്റി. അതിൻ്റേതായ ആദ്യം നമ്മൾ ആ കാരണം ചികിത്സിക്കണം. അതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ.